ഹലോ, ഇന്ന് നമ്മുടെ റൂം ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടിട്ട് പോയ കമ്മല് മാല അതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഷെൽഫിലാക്കി വെച്ച്. പിന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ആണല്ലോ ഇതൊക്കെ ഉപയോഗിക്കാം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും അമൃതാഞ്ജന് വിക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മൂക്കിലെടുത്ത് ഇതാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുക. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇട്ട ഷൂസൊക്കെ ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി വെച്ചു, പൊടിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ഡ്രസ്സിംഗ് ടേബിൾ അവിടെ ആകെ വലിച്ചു വരി കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അടുക്കി പഠിച്ചതിൻ്റെ ക്ലിപ്പ്, അതുപോലെ പുട്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ആ വലിപ്പിലാണ് ഇടുക. അവിടെ കിട്ടിയതിന് ശേഷം മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഭയങ്കരമായിട്ട് മുഖമൊക്കെ കാണാത്ത ലെവലായിരുന്നു മിററുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ കൂട്ടി ഒന്ന് തുടച്ച് ക്ലീനാക്കി അവിടേക്ക് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ പഴയ പോലെ തന്നെയാവും. എന്നാലും ഇടയ്ക്ക് അവൻ ക്ലീൻ ചെയ്ത് വിടാറുണ്ട്. അതൊക്കെ ഒതുക്കി അതൊക്കെ കഴിഞ്ഞ് ഈ കസേരയിൽ എടുക്കുന്ന തുണികൾ മൊത്തം മടക്കി വെക്കാനുള്ളതായിരുന്നു. ഏകദേശം 2-3 ദിവസത്തെ തുണികൾ ഉണ്ടായിരുന്നു മടക്കാനായിട്ട്. അപ്പം അടുത്തതിൻ്റെ പരിപാടി ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി അലമാരയിൽ എടുത്ത് വെക്കാന്നുള്ളതാണ്. ഡെയിലി മടക്കാറില്ല, പക്ഷെ 2 ദിവസം കൂടുമ്പോൾ മടക്കാം. ഭയങ്കര ഇത് കൂടുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാവും പിന്നെ മടക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സൺഡേ ആയതുകൊണ്ട് മടക്കെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മടക്കി കൊണ്ട് വെക്കാനും. എനിക്ക് മറ്റാരും മടക്കി വെക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്, അങ്ങനെ മടക്കുന്നതാണ് ഇഷ്ടം. നാളെ ഷർട്ടൊക്കെ ഹാങ് ചെയ്തിട്ടിരിക്കാൻ, അതുകൊണ്ട് അത് മടക്കണ്ട, ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. സമയം ഉണ്ടെങ്കിൽ തയ്ച്ചിരിക്കാറുണ്ട് ഞാനല്ല ഹസ്ബൻഡ്. പിന്നെ ആളെ ചെറിയ ചെറിയ കുട്ടി ഡ്രസ്സുകൾ, ടീഷർട്ടും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ആ കൊട്ടയിൽ വെക്കുക. കാരണം അതെങ്ങനെ മടക്കി വെച്ചാലും ഒരു ഡ്രസ്സ് വലിക്കുമ്പോൾ തിരിച്ചതിൻ്റെ ഒപ്പമുള്ള ഡ്രസ്സുകളൊക്കെ പോരും. ഇപ്പം ഞാനത് ആ കൊട്ടയിലാണ് ഇടുക. പിന്നെ ഈ സൈഡ് ഫ്രീലാണ് എൻ്റെ ടോപ്പുകൾ, ലെഗിൻസുകളൊക്കെ വെക്കാറ്. അതൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, ബെഡ്ഷീറ്റ് അടക്കം. അതൊക്കെ അലക്കാൻ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ടു. രാത്രിയാണെങ്കിലും നമ്മൾ അതിന് വേണ്ടി ഒരു ടൈം പറ്റേക്ക് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ രാത്രിയാണെങ്കിലും അലക്കാനിട്ടു. അലക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പണി കഴിഞ്ഞൊരു ഫീലാണ്. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലെങ്കിലും അലക്കൊരു വലിയ പണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീനാക്കി ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കൊന്നും വരാത്തല്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അവിടെ നിന്ന് ഓരോന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ആളെ നോക്കിയിട്ടാണ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കിയാണ്. കുറച്ച് പൊടിയേ ഉള്ളൂ, എന്നാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അങ്ങനെ നമ്മുടെ സൺഡേ നൈറ്റ് കുറച്ച് ബിസി ഡേ ആയിരുന്നു. ഉതുക്കണം പിടിക്കുന്ന അലക്കലൊക്കെ ആയിട്ട് അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി കിടക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കി മതി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി കയറി. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.